നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? ഇന്ന് നമ്മളൊരു കോഫി മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. വാനിലയുടെയും കോഫിയുടെയും ടേസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ലൈറ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇന്നത്തെ വീഡിയോയിൽ കേക്കിന് അല്പം പോലും മുട്ടയുടെ സ്മെല്ലുണ്ടാകാതെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഒരു ടിപ്പും കൂടി കാണിക്കുന്നുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് മൈദ, പഞ്ചസാര, മുട്ട, വെജിറ്റബിൾ ഓയിൽ, കുറച്ച് പാല്, ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, വാനില എസൻസ്, പിന്നെ കോഫി പൗഡർ. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇതിനുള്ള കേക്ക് ടിൻ തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ 8 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ടിന്നാണ് എടുക്കുന്നത്. അല്പം എണ്ണയോ ബട്ടറോ ഒന്ന് തടവി കൊടുക്കാം. കേക്ക് ടിന്നിന്റെ സൈസും ഈ ബേക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാറ്ററിന്റെ അളവനുസരിച്ച് വേണം നമ്മൾ കേക്ക് ടിൻ തിരഞ്ഞെടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ 8 ഇഞ്ചിന്റെ ഒരു റൗണ്ട് ഷേപ്പ് ടിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 7 ഇഞ്ചിന്റെ സ്ക്വയർ ഷേപ്പിലുള്ള ടിൻ ഉപയോഗിക്കാം. ഇതിലും വലിപ്പം കുറഞ്ഞിട്ടുള്ള ടിൻ ഉപയോഗിച്ച് നമ്മൾ ബേക്ക് ചെയ്താൽ കേക്കിന്റെ മുകൾ ഭാഗത്ത് ക്രാക്സ് ഉണ്ടാകും. അത് മാത്രമല്ല, കേക്കിന്റെ ഉൾഭാഗം വേവാതിരിക്കുകയും ചെയ്യും. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി മുറിച്ച് വയ്ക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കേക്ക് പുറത്തേക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് കൂടുതലായിട്ടുള്ള മൈദ മാറ്റിക്കളഞ്ഞ ശേഷം നമുക്ക് ടിൻ മാറ്റി വയ്ക്കാം. നമ്മളിങ്ങനെ ടിൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിക്കില്ല എന്ന് മാത്രമല്ല, ഈ ബാറ്റർ അവിടെ ഒട്ടിപ്പിടിക്കാതെ ബേക്ക് ആവുന്ന സമയത്ത് കേക്കിന് ഫ്രീ ആയിട്ട് പൊങ്ങി വരാനും പറ്റും. ഇനി നമ്മൾ കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, അതായത് 185 ഗ്രാം മൈദ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1-2 തവണയൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കേക്കിന് മുട്ടയുടെ മണം ഒട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടിപ്പ് കാണിക്കുന്നുണ്ടെന്ന്. നമ്മൾ 4 മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നമുക്കറിയാം, മുട്ടയുടെ എണ്ണം കൂടുന്തോറും അത് റെസിപ്പിയിൽ ആ മുട്ടയുടെ മണം വല്ലാതെ ഉണ്ടാവും. വാനില എസൻസ് ഒക്കെ ചേർത്താൽ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ മണം ഒഴിവാക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പിയിലേക്ക് എത്ര മുട്ട ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു മണം മുന്നിട്ട് നിൽക്കില്ല എന്നല്ല, അല്പം പോലും മണം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിൽ നിന്നും അതിലെ ആ മഞ്ഞ മാത്രം നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ ഒരു തവിയിലേക്ക് എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ മഞ്ഞ ഒട്ടും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടില്ല അല്ലേ? ഇതൊരു മെംബ്രെയിൻ്റെ ഉള്ളിലാണ് ഈ മഞ്ഞയുള്ളത്. അതൊരു ചെറിയൊരു പാടയ്ക്കുള്ളിൽ. നമുക്ക് ഈ പാട സാധാരണ ഇതുപോലെ പൊക്കിയെടുത്തിട്ട് ആ മഞ്ഞ മാത്രം ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പം നമുക്കൊരു പാട ഇതുപോലെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? ഈ പാട ഇതുപോലെ വേർതിരിച്ച് മാറ്റുവാണെങ്കിൽ നമ്മളുണ്ടാക്കുന്ന കേക്കിന് ഒരല്പം പോലും മുട്ടയുടെ ഒരു മണം ഉണ്ടാവില്ല. നമ്മളിത് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീറ്ററിലോ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ച പാത്രത്തിലോ ഒന്നും മുട്ടയുടെ ഒരു ഉളുമ്പുമാണെന്ന് പറയില്ലേ, അതുണ്ടാവില്ല. അപ്പം നിങ്ങളത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ എല്ലാ മുട്ടയുടെയും പാട മാറ്റിയ ശേഷം നമുക്കിത് മിക്സിംഗ് ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്, അതായത് 180 ഗ്രാം പഞ്ചസാര. ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനായിട്ട് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിക്സിയുടെ ജാർ ഉപയോഗിക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് നല്ല തിക്കായിട്ട് വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യണം. ഇതുപോലൊരു ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. നിങ്ങൾ ബേക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇതുപോലൊരു ബീറ്ററുള്ള നല്ലൊരു മുതൽക്കൂട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
എൻ്റെ ഈ ബീറ്ററിൽ 3 എന്നുള്ള സ്പീഡിൽ ഇട്ടിട്ട് 5 മിനിറ്റാണ് ബീറ്റ് ചെയ്തത്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തിക്കായിട്ട് കണ്ട, ഇതിൻ്റെ വോളിയൊക്കെ നന്നായിട്ട് കൂടി ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിൽ ധാരാളം ചെറിയ ചെറിയ എയർ ബബിൾസ് ഉണ്ട്. നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് വീർത്തു വരും. അങ്ങനെയാണ് നമ്മുടെ കേക്ക് പൊങ്ങി വരുന്നതും നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ അതിന് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയന്റ് റെഡിയായി. ഇനി നമുക്ക് കാപ്പിപ്പൊടി ഒന്ന് അലിയിച്ചെടുക്കണം. നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് കോഫി തന്നെ ഉപയോഗിക്കണം കേട്ടോ, സാധാരണ കാപ്പിപ്പൊടി പറ്റില്ല. ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് 3 ടീസ്പൂൺ തന്നെ എടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ ഒരു പ്രഷർ കുക്കറോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ളൊരു പാത്രമോ മീഡിയം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെക്കുക. ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ അത് 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. പൊടി നമുക്കിതിലേക്ക് അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും, കൂടുതൽ ലൈറ്റ് ആയിരിക്കും. ഈ പൊടി നമ്മൾ ആദ്യം തന്നെ മുഴുവൻ ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നന്നായിട്ട് മിക്സായി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിതിങ്ങനെ സാവധാനം വേണം ഹോൾഡ് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ആ ബീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ എയർ ബബിൾസ് ഒക്കെ ഇല്ലേ, അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ടെങ്കിലും ആ എയർ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോയാൽ കേക്ക് അത്രയ്ക്ക് പൊങ്ങി വരില്ല. ആദ്യം ചേർത്ത പൊടി നന്നായിട്ട് മിക്സ് ആയ ശേഷം കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അതും സാവധാനം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് പൊടിയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ലൂസാക്കാനായിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി കൂടി ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലെ പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ കേക്കിന്റെ നടുഭാഗം കുഴിഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ മാർബിൾ കേക്കാണല്ലോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ബാറ്ററിൽ നിന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഒരു പകുതിയോളം ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ അലിയിച്ച് വെച്ച കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുക. സാവധാനം ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ബാറ്റർ ആയിട്ടുണ്ട്, കോഫി ബാറ്ററും വാനില ബാറ്ററും. നമ്മുടെ വാനില ബാറ്ററിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം പാൽ കൂടി ചേർത്തിട്ട് ഒന്ന് സാവധാനം മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ 2 ബാറ്ററിന്റെയും കൺസിസ്റ്റൻസി ഒരുപോലെ ആവുള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് എടുക്കാം. അപ്പോൾ 2നും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കാം. എന്നിട്ട് ഓരോ സ്പൂൺ വീതം ഇതേപോലെ ഒന്നിടവിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മുഴുവൻ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1-2 തവണ ഇതുപോലെ തട്ടിക്കൊടുക്കാം. ഇതിൽ വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെച്ച് OTGയിലാണെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. സ്റ്റൗ ടോപ്പിലാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 30 തൊട്ട് 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ട് പുറത്ത് വന്നെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ 35 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടിന്നിൽ നിന്ന് ഇത് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ആഴ്ചയിൽ ഒരിക്കൽ വീതമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പാചകം ചാനലിന്റെ വീഡിയോസ് ഫേസ്ബുക്കിൽ കാണുന്നതിന് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.